പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം പുതുക്കപ്പെടാത്തൊരു ഹൃദയമാണോ എങ്കിൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും? പുതുക്കപ്പെടാത്ത ഹൃദയം എന്തിനൊക്കെയാണ് ധൈര്യപ്പെടുക എന്ന് നമുക്ക് പരിശോധിക്കാം. സഭാപ്രസംഗി 8:11 പറയുന്നു, ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായികൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. ആമേൻ. ശിക്ഷാവിധി നടപ്പാകുവാൻ താമസം നേരിടുന്നത് ഏത് തിന്മയും ചെയ്യുവാനുള്ള ധൈര്യം ജീവിതത്തിൽ ഉണ്ടാക്കുന്നു. കാരണം പുതുക്കപ്പെടാത്തൊരു ഹൃദയത്തിന് ഏത് തിന്മയും ചെയ്യുവാൻ ഉള്ളൊരു ധൈര്യം ലഭിക്കുന്നു. പ്രിയരെ, ദോഷം നിരൂപിക്കുന്ന ഹൃദയം, ദുഷ്ടപദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നൊരു ഹൃദയം, അതൊക്കെയും ഹൃദയത്തിൽ പുതുക്കം വരാത്തതുകൊണ്ടാണ്. അതായത് യേശുവില്ലാത്തൊരു ഹൃദയത്തിലാണ് ഈ തിന്മകളൊക്കെയും വ്യാപരിക്കുന്നത്. സങ്കീർത്തനം 12:2 പറയുന്നു, ഓരോരുത്തരും തൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു, കപടമുള്ള അതിരത്തോടും ഇരുമനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു. പ്രിയരെ, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടമുള്ളതും വിഷമമുള്ളതാകുന്നു. അവരുടെ വായ വെണ്ണ പോലെ മൃദുവായത്, പക്ഷേ ഹൃദയത്തിലോ യുദ്ധമത്രേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. നാം സംസാരിക്കുമ്പോൾ ഹൃദയത്തിൽ കപടം വെച്ചുകൊണ്ട് സംസാരിക്കരുത്. ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പോലെ പെരുമാറ്റത്തിൽ, സംസാരത്തിൽ എനിക്ക് നിന്നോട് യാതൊരു വൈരാഗ്യമില്ല, പിണക്കമില്ല, അസൂയയില്ല എന്നൊക്കെ തോന്നുന്ന രീതിയിൽ പെരുമാറുന്ന ആളുകളുണ്ട്. പക്ഷേ നോക്കൂ, അവരുടെ ഹൃദയത്തിൽ യുദ്ധമത്രേ. സങ്കീർത്തനക്കാരൻ അതാണ് പറഞ്ഞത്. വായ് വെണ്ണ പോലെ മൃദുവായത്, വാക്കുകൾ അത്രയ്ക്കും രസമുള്ള വാക്കുകൾ, സ്നേഹം തോന്നിക്കുന്ന വാക്കുകളൊക്കെയാണ്. പക്ഷേ ഹൃദയം കൊണ്ട് ആ വ്യക്തിയോട് എതിരാണ്. ആ ഹൃദയത്തിൽ യുദ്ധത്തിന് സമാനമായ അനുഭവങ്ങളാണ് വ്യാപരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്നേഹം ജ്വലിക്കുന്ന അതിരവും ദുഷ്ടഹൃദയം വെള്ളിക്കീടം പൊതിഞ്ഞ മൺകുടം പോലെയാകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പകയ്ക്കുന്നവൻ അതിരം കൊണ്ട് വേഷം ധരിക്കുന്നു, ഉള്ളിലോ അവൻ ചതിവ് സംഗ്രഹിച്ചു വെക്കുന്നു. അവൻ ഇമ്പമായി സംസാരിക്കുമ്പോൾ അവനെ വിശ്വസിക്കരുത്. അവൻ്റെ ഹൃദയത്തിൽ 7 വെറുപ്പുണ്ട്. അവൻ്റെ പക കപടം കൊണ്ട് മറച്ചു വെച്ചാലും അവൻ്റെ ദുഷ്ടത വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, നാം സ്നേഹിക്കുന്നുവെങ്കിൽ ആ ദൈവസ്നേഹത്തിൽ നിർവ്യാജ സ്നേഹത്തോടെ സ്നേഹിക്കണം. ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ, അല്ലാതെ ദുഷ്ടഹൃദയത്തോടെ, പകയോടെ, വിദ്വേഷത്തോടെ, ചതിവ് സംഗ്രഹിച്ചു വെച്ച് സ്നേഹിച്ചാൽ, അതായത് സ്നേഹം അഭിനയിച്ചാൽ, പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചെയ്താൽ ദൈവം അത് കാണുന്നു എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രിയരെ, നിനക്ക് വിരോധമായി ആര് കുഴി കുഴിച്ചാലും അവൻ അതിൽ തന്നെ വീഴും. കല്ല് ഉരുട്ടുന്നവൻ്റെ മേൽ അത് തിരിഞ്ഞു ഉരുളുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പ്രിയരെ, ഉന്നതന് മീതെ ഒരു അത്യുന്നതൻ വ്യാപരിക്കുന്നു എന്നറിഞ്ഞ് പുതുക്കപ്പെട്ടൊരു ഹൃദയത്തിനായി പ്രാർത്ഥിക്കുക. ദൈവസ്നേഹത്താൽ നിറഞ്ഞൊരു ഹൃദയത്തിനായി പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ ഓരോരുത്തരെയും അതിന് സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ നൈസ് ഡേ.